ഡിസംബർ എത്തും മുമ്പേ മൂന്നാറിന് കുളിരുകയാണ്. 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രാത്രിയിലെ അന്തരീക്ഷ താപനില. പോയ വർഷങ്ങളിൽ ഡിസംബർ പാതിയോടെയായിരുന്നു താപനില ഇത്രത്തോളം താഴ്ന്നത്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴ്ന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ മൂന്നാറിലേക്ക് ഇത്തവണ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കും. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ മുതൽ സംസ്ഥാനത്താകെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത്. പതിവിന് വിപരീതമായി ഒട്ടുമിക്കയിടങ്ങളിലും തണുപ്പ് അനുഭവപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസമായി മൂന്നാറിൽ അന്തരീക്ഷ താപനില പതിയെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഡിസംബർ എത്തും മുമ്പേ മൂന്നാറിൽ ശൈത്യം ആരംഭിച്ചു എന്ന് പറയാം. 9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മൂന്നാറിൽ ഇന്നലെ രാത്രിയിലെ അന്തരീക്ഷ താപനില. പോയ വർഷങ്ങളിൽ ഡിസംബർ പാതിയോടെയായിരുന്നു അന്തരീക്ഷ താപനില ഇത്രത്തോളം താഴ്ന്നത്. ഡിസംബർ അവസാന വാരത്തോടെയും ജനുവരി ആദ്യ വാരത്തോടെയുമാണ് സാധാരണ നിലയിൽ മൂന്നാറിൽ ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്ന കാലയളവ്. ഡിസംബർ എത്തിയതോടെ വരും ദിവസങ്ങളിൽ മൂന്നാറിൽ അന്തരീക്ഷ താപനില ഇനിയും താഴ്ന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ മൂന്നാറിലേക്ക് ഇത്തവണ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കും. തണുപ്പിനൊപ്പം മൂന്നാറിനെ കോടമഞ്ഞ് പൊതിയുന്ന കാഴ്ചയും സഞ്ചാരികളുടെ മനം കവരുന്നതാണ്. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്താകെയുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷവും തണുത്ത കാലാവസ്ഥയും ഇന്നും കൂടി തുറന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, അടിമാലി.